സംസ്ഥാന കേരയിൽ സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉപവാസ സമരം സംഘടിപ്പിച്ചു. നവകേരള യാത്രയിലുടനീളം സിൽവർ ലൈൻ വരുമെന്ന് മുഖ്യമന്ത്രി പരാമർശിച്ചിരുന്നു. ഇതാണ് വീണ്ടും കേരയിൽ വിരുദ്ധ സമരങ്ങൾക്ക് തുടക്കമിടുന്നത്. സംസ്ഥാനത്തെ കേരയിൽ വിരുദ്ധ സമരങ്ങൾ വീണ്ടും ശക്തമാവുകയാണ്. സിൽവർ ലൈൻ വരിക തന്നെ ചെയ്യുമെന്ന് കേരള മുഖ്യമന്ത്രി നവകേരള യാത്രയിൽ പറഞ്ഞിരുന്നു. ഇത് കേരളത്തിന്റെ പൊതുസമൂഹം ആശങ്കയോടെയാണ് വീക്ഷിക്കുന്നതെന്ന വിലയിരുത്തലിലാണ് സംസ്ഥാന കേരയിൽ സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമിതി. ഒരു പദ്ധതി പ്രഖ്യാപിച്ചു പോയെന്ന കാരണം കൊണ്ട് സർക്കാർ അതിൽ പിടിവാശി കാണിക്കുകയാണെന്നും തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും അതിന് പിന്നാലെ പോകുന്നുവെന്നും സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുൻ KPCC പ്രസിഡന്റ് VM സുധീരൻ പറഞ്ഞു. യാതൊരു പ്രയോജനമില്ല എന്ന് മാത്രമല്ല, വളരെയേറെ ദ്രോഹകരമാണ് ഈ പദ്ധതി എന്ന് വസ്തുതകൾ നിരത്തിക്കൊണ്ട് ഏവർക്കും പറയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ഈ പദ്ധതി കൊണ്ട് സർക്കാരിനൊരു നേട്ടമുണ്ടാകാൻ പോകുന്നില്ല, സമൂഹത്തിനൊരു നേട്ടമുണ്ടാകാൻ പോകുന്നില്ല. ആകെ ഇതിൽ നേട്ടമുണ്ടാകുന്നത് ആർക്കാണ് എന്ന് ചോദിച്ചാൽ, അധികാരസ്ഥാനത്തിരുന്ന് ജനങ്ങൾക്ക് വേണ്ടാത്ത ഈ പദ്ധതി മുന്നോട്ട് നീക്കുന്നത് ആരാണോ, അമിതാവേശം കാണിക്കുന്നത് ആരാണോ, അവർ ലക്ഷ്യമിടുന്നത് ഈ പദ്ധതിയിൽ നിന്നും കമ്മീഷൻ അടിക്കാനാണ്. കേരളവുമായി ബന്ധപ്പെട്ട് സർക്കാർ പുറപ്പെടുവിച്ച ഭൂമി മരവിപ്പിക്കൽ വിജ്ഞാപനം റദ്ദാക്കുക, മഞ്ഞക്കുറ്റി സ്ഥാപിച്ചത് എതിർത്തതിന്റെ പേരിലുള്ള കേസുകൾ പിൻവലിക്കുക, പോലീസ് മർദ്ദനത്തിന് ഇരയായവർക്ക് നഷ്ടപരിഹാരം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമിതി സെക്രട്ടേറിയറ്റ് പടിക്കൽ ഉപവാസം നടത്തിയത്. കേരള സർക്കാർ പദ്ധതിയിൽ നിന്ന് പിന്നോട്ടു പോകാത്തതും പദ്ധതി കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളിൽ ചാഞ്ചാട്ടമുണ്ടാകുന്നതുമാണ് കേരളയിൽ വിരുദ്ധ സമരങ്ങൾക്ക് വീണ്ടും തുടക്കമിട്ടത്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.